പറയുന്നതിൽ മിടുക്കനാണ് പൂഞ്ഞാറിലെ മുൻ MLA ആയ PC ജോർജ്. ചാനൽ ചർച്ചകളിലും പൊതുപരിപാടികളിലുമെല്ലാം PC ജോർജ് പലപ്പോഴായും പൂയും പായും ചേർത്ത് നല്ല തെറി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഈരാറ്റുപേട്ടയിൽ ചെന്ന് തെറി പറഞ്ഞതോടെയാണ് നിയമസഭയിലെത്താതെ PC ജോർജിന് വീട്ടിലിരിക്കേണ്ടി വന്നത്. പൂഞ്ഞാറിൽ ഇത്തവണ 8 നിലയിൽ തോറ്റിട്ടും PC ജോർജ് തെറിവിളി ഇതുവരെ നിർത്തിയിട്ടില്ല. ഒരു അഭിമാനമായി കണ്ടായിരുന്നു PC ജോർജ് നേരത്തെ തെറി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അഭിമാനം സംരക്ഷിക്കാനാണ് PC ജോർജ് തെറി പറയുന്നതെന്ന് സാരം. പൂഞ്ഞാറിൽ തോറ്റു തൊപ്പിയിട്ടതോടെ പലരും PC ജോർജിനെ ഫോണിൽ വിളിച്ച് പരിഹസിച്ചത്രേ. ഒടുവിൽ തോറ്റതിന്റെ നാണക്കേടും കേൾക്കുന്ന പരിഹാസവും സഹിക്കവയ്യാതെ PC ജോർജിന് തെറി പറയേണ്ടി വന്നത്രേ. PC ജോർജിന്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. ഓഡിയോ കേൾക്കുന്നതിന് മുമ്പായി ഞങ്ങളോട് ഒരുപാട് പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്. പബ്ലിക് കേരളയുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എന്നുള്ളത്. ആ പരാതി പരിഹരിക്കാൻ വേണ്ടി പബ്ലിക് കേരള എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ബെൽ ബട്ടണിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ വരും. ഓൾ, പേഴ്സണലൈസ്ഡ്, നോൺ എന്നീ 3 ഓപ്ഷനുകളായിരിക്കും വരിക. അതിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹലോ 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 ആരാണ്? PC ജോർജ് അല്ലേ? അല്ല, നിന്റെ തന്തയാണ് പോടാ. തെറി കേട്ടിട്ട് ഇത് പൂഞ്ഞാർ ആശാന്റേത് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ ഉറപ്പിക്കുന്നത്. എന്തായാലും താൻ ഇത്തവണയും ജയിക്കുമെന്ന മുടിഞ്ഞ കോൺഫിഡന്റ് ഉണ്ടായിരുന്ന പൂഞ്ഞാറിൽ നിന്ന് വമ്പൻ പരാജയം നേരിട്ടതോടെ PC ജോർജിന് ഹാലിളകിയിരിക്കുകയാണ്. 2016 27,827 വോട്ടുകൾക്ക് താൻ ജയിച്ച അതേ പൂഞ്ഞാറിൽ നിന്ന് തന്നെയാണ് ഇത്തവണ PC ജോർജ് 16,817 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ തോറ്റാൽ ആർക്കായാലും ദേഷ്യം വരാതിരിക്കില്ല. എന്തായാലും ഇത്തവണ തോൽവി PC ജോർജ് സ്വയം വരുത്തി വെച്ചതാണ്. BJPയുമായി കൂട്ടുകൂടി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതോടെ പൂഞ്ഞാറിലെ മുസ്ലിം വോട്ടുകളും മതേതര വോട്ടുകളും PC ജോർജിന് നഷ്ടമായി. തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വരുത്താനാണ് പലരും ശ്രമിക്കാറ്. എന്നാൽ PC ജോർജ് ഈരാറ്റുപേട്ടയിലടക്കം പുഞ്ചിരിക്ക് പകരം പുളിച്ച തെറിവിളി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതോടെ PC ജോർജിന് ഇത് വലിയൊരു തിരിച്ചടിയായി. ഏതായാലും PC ജോർജിന്റെ പരാജയം പൂഞ്ഞാറിൽ വലിയ ആഘോഷമായി മാറിയിരിക്കുകയാണ്. PC ജോർജിന്റെ പരാജയം അറിഞ്ഞയുടനെ PC ജോർജിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുള്ള ഫ്ലക്സുകളും പൂഞ്ഞാറിൽ ഉയർന്നിരുന്നു. ഏതായാലും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് വലുത് എന്ന് PC ജോർജ് ഇനിയെങ്കിലും മനസ്സിലാക്കുക. താനാണ് വലുത്, തനിക്കെല്ലാവരും എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും വോട്ട് നൽകുമെന്ന PC ജോർജിന്റെ നേരത്തെ പറഞ്ഞ അതേ മുടിഞ്ഞ കോൺഫിഡന്റ് തന്നെയാണ് പൂഞ്ഞാറിൽ PC ജോർജിനെ വീട്ടിലിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.